Okay, beside next stanza 134 line, besides incentives come from the soul self, the rest avail not. Why do I need you? So, besides the urge, the incentive, this inspiration should come to an artist from his inner self. അപ്പോൾ ഇവിടെ ആൻഡ്രേ പറയുന്നത് ഇൻസെൻറ്റീവ്സ് കം ഫ്രം ദി സോൾ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഏർജും അതിൻ്റെ ഇൻസ്പിറേഷൻ എല്ലാം അവൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ പുറത്തുനിന്ന് കമ്പൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യൂ, ക്യാഷ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കൂ, അങ്ങനെ മണി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റിനും ഒരാർട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഒരു ആർട്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ദി ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏർജ്, ദി ഇൻസ്പിറേഷൻ ഷുഡ് കം ടു ആൻ ആർട്ടിസ്റ്റ് ഫ്രം ഹിസ് ഇന്നർ സെൽഫ് ആൻഡ് നോട്ട് ഫ്രം വിത്തൗട്ട്. നോ ഔട്ടർ ഏജൻസി ക്യാൻ ഇൻസ്പയർ. ഒരു ആർട്ടിസ്റ്റിനെ ഒരു പുറത്ത് ആർക്കും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു വർക്കിന് വേണ്ടിയിട്ട്. ഡു എ തിങ് ആസ് മച്ച് ആസ് എൻ ഏർജ് ടു ഡു ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ, ദ റെസ്റ്റ് അവെയിൽ നോട്ട്, വൈ ഡു ഐ നീഡ് യു. അപ്പോൾ പറയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലി ഡു നോട്ട് സെർവ് മച്ച് പർപ്പസ്, ഡു നോട്ട് എക്സസൈസ് എനി സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഹി ഹാവ് ഡിപ്പെൻഡഡ് അപ്പോൺ ദ ഏർജ് ആൻഡ് ഇൻസെൻറ്റീവ് ടു കം ഫ്രം ഹിസ് വൈഫ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ശരിക്കും പുറത്തുനിന്ന് ആര് കമ്പയർ ചെയ്താലും നല്ലതോ ചീത്തയാക്കാനോ ഒന്നും ഒരു ആർട്ടിസ്റ്റിന് പറ്റില്ല എന്നാണ് ആൻഡ്രേ പറയുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് നിന്നെ ആവശ്യപ്പെടുന്നു. വാട്ട് വൈഫ് ഹാഡ് റാഫേൽ ഓർ ഹസ് അഗ്നോലോ. അവിടെ പറയാണ് റാഫേലിനും മൈക്കലേഞ്ചലോനൊക്കെ ഡിഡ് നോട്ട് നീഡ് ദ ഹെൽപ്പ് ഓഫ് അവരുടെ വൈഫിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അവരുടെ വർക്കിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ട്. ദേ റോസ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ആസ് പെയിൻറ്റേഴ്സ്. പക്ഷെ അവരെല്ലാവരും വലിയ പെയിൻറ്റേഴ്സായിട്ട് വലിയ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി. അതിൻ്റെ കാരണം എന്താണ്? ദേ ഗോട്ട് ദെയർ ഇൻസ്പിറേഷൻ ഫ്രം വിത്തിൻ ദെയർ ഓൺ ഇന്നർ സെൽഫ്. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ, അവരുടെ ഇന്നർ സെൽഫിൽ നിന്ന് തന്നെ, അവരുടെ സ്വന്തം ആത്മാവിൽ നിന്ന് തന്നെ അവർക്ക് അതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയതുകൊണ്ടാണ്. ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വൺസ് ഓൺ വിൽ പവർ. പക്ഷേ എല്ലാം അവരുടെ വിൽ പവർ, അവരുടെ ആ മനഃശക്തി അനുസരിച്ച് ആണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. റാഫേലിനെ സംബന്ധിച്ചാണെങ്കിൽ റാഫേൽ ഫൈനലി മാരീഡ് ഹിസ് മോഡൽ ലാ ഫോർണറിന്, അവൻ്റെ തന്നെ മോഡലിനെയാണ് മാരി ചെയ്തത്. മൈക്കലേഞ്ചലോ റിമെയിൻഡ് എ ബാച്ചിലർ ത്രൂ though at one period of his life he cultivated a passionate friendship for Victoria Colonna. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെങ്കിലും ഫുൾ ടൈം ബാച്ചിലർ ആയിരുന്നു. ദ വിഡോ ഓഫ് ദ മാർക്വിസ് ഓഫ് പെസ്കാറ. ഇൻ ഏത് കേസ് വൈഫ് ഓഫ് ബിലോഡ് പ്ലേഡ് നോ സ്പെസിഫിക് റോൾ. ഇപ്പോൾ ആരുടെ കേസിലാണെങ്കിലും, ഇപ്പോൾ റാഫേലിനെ ആണെങ്കിലും നമ്മുടെ മൈക്കലേഞ്ചലോ ആണെങ്കിലും ആരുടെ കേസിലാണെങ്കിലും അവർക്കൊന്നും ഒരു പെണ്ണോ ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു അവരുടെ പാർട്ട്ണറോ ഒന്നും തന്നെ അവരുടെ ലവറോ അങ്ങനെ ആരും ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തില്ല. they played no specific role in the cultivation or prosecution of their art. So they develop it from their own inner incentive. അവരെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അതിനുള്ള ഇൻസ്പിറേഷൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് 137 to 138. ഇൻ ദിസ് വേൾഡ് ഹൂ ക്യാൻ ഡു എ തിങ് വിൽ നോട്ട്. ഈ വേർഡിൽ ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് ദോസ് ഹു ഹാവ് ദ കപ്പാസിറ്റി ആൻഡ് ടാലൻറ്റ് ടു ഡു എ തിങ് ഡു നോട്ട് ഹാവ് ദ വിൽ ടു ഡു സോ. അപ്പോൾ ഒരാൾക്ക് ഈ ലോകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രത്യേക ഒരു കഴിവ് ഒരു കാര്യത്തിനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള താല്പര്യം അവനുണ്ടാവില്ല. ആൻഡ് ദോസ് ഹു ഹാവ് ദ വിൽ ടു ഡു എ തിങ് ഡു നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ആൻഡ് ടാലൻറ്റ് ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ ആഗ്രഹമുള്ള, ഇപ്പോൾ ഡാൻസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വരയ്ക്കണമെന്നോ ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നില്ല. കപ്പാസിറ്റി ഉള്ളവർക്ക് അതിന് ആഗ്രഹം ഉണ്ടാവില്ല ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ലോകത്തുനിന്ന്. അതാണ് പറയുന്നത് ഇൻ ദിസ് വേൾഡ് ഹു ക്യാൻ ഡു എ തിങ് വിൽ നോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഹൂ ക്യാൻ ഡു എ തിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ അയാൾ ചെയ്യില്ല. ആൻഡ് ഹൂ വുഡ് ഡു ഇറ്റ് കനോട്ട്. ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവുമില്ല. ഐ പെർസീവ് എന്ന് വെച്ചാൽ ആൻഡ്രേ പറയണം അങ്ങനെയാണെന്ന് തോന്നുന്നു.
and thus we half may struggle. അതായത് persons of both these categories struggle in vain to achieve something. ഈ രണ്ട് കാറ്റഗറീസിലുള്ള ആളുകളാണെങ്കിലും അവർ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ഒരാൾക്ക് കഴിവുണ്ട് പക്ഷെ ചെയ്യില്ല, മറ്റേയാൾക്ക് ചെയ്യുന്ന ആഗ്രഹം, ചെയ്യാൻ വിൽ പവറുണ്ട് പക്ഷെ കഴിവില്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ പോകുന്നില്ല. ആൻഡ്രിയ റിഗാർഡ്സ് ഹിംസെൽഫ് എ ഹാഫ് മാൻ ബിക്കോസ് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് എക്സ്ട്രാordinary ഗിഫ്റ്റ്സ് ഫോർ പെയിൻറ്റിങ്. ആൻഡ്രിയ സ്വയം പറയുന്ന ഈ രണ്ട് കൂട്ടത്തിലല്ല. എന്താ ആൻഡ്രിയ പറയുന്നത്? എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള എക്സ്ട്രാordinary ഗിഫ്റ്റ് ഉണ്ട്. ഹി ഡിഡ് നോട്ട് പോസസ് എ വിൽ ടു മേക്ക് ഫുൾ യൂസ് ഓഫ് ദം. പക്ഷേ അത് ഫുൾ യൂസ് ചെയ്യാൻ എന്താണ്? ഹി ഡിഡ് നോട്ട് പോസസ് ദ വിൽ, അതിനുള്ള വില്ലില്ല ടു മേക്ക് ഫുൾ യൂസ് ഓഫ് ദം. വാട്ട് എ പതറ്റിക് കൺഫെഷൻ. ഇപ്പം ഈ പറയുന്ന ആളുകളുടെ ഫുൾ വേഷനല്ല, പക്ഷേ ഒരു ഹാഫ് ഒരു ഹാഫ് മാനായിട്ട് പറയുവാണ്. കാരണം എനിക്ക് ഇതിനുള്ള കഴിവ് നന്നായിട്ടുണ്ട്, ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ പറയാണ്. അതാണ് അങ്ങനെ ഒരു പത്തറ്റിക് സിറ്റുവേഷനിലാണ് ആൻഡ്രിയ പറയുവാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. And thus continue next line. And in this will yes, yet the will somewhat too, and thus we half men struggle. At the end, God, I conclude, compensate, punishes. And then Andrea believes that God is just to everybody. God makes an impartial evaluation of a man's work and achievement. ദൈവം എന്തായാലും അതിനൊരു ഒരു മനുഷ്യൻ്റെ വർക്കിനും അച്ചീവ്മെൻറ്റിനും എല്ലാം ഒരു ഇവാലുവേഷൻ ദൈവം ഇടും, ഇമ്പാർഷ്യലായിട്ട് ചെയ്യുമെന്ന്. അതായത് പാർഷ്യാലിറ്റി ഇല്ലാതെ ദൈവം അതിനെ വിധിക്കും. ആൻഡ് ഇഫ് എ മാൻ ഹാസ് ഫെയിൽഡ് ടു മേക്ക് യൂസ് ഓഫ് ഹിസ് ഗിഫ്റ്റ്സ്. ഇപ്പോൾ ഒരാൾ തൻ്റെ വരങ്ങൾ അല്ലെങ്കിൽ തൻ്റെ കഴിവുകളൊക്കെ പ്രയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ ഗോഡ് വിൽ അറ്റ് ദ എൻഡ് പണിഷ് ചെയ്യും. കാരണം മറ്റേ ബൈബിളിൽ പറയുന്ന മാതിരി തൻ്റെ താലന്തുകൾ കിട്ടിയത് കുഴിച്ചിട്ടവന് ദൈവം പണിഷ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ദൈവം പണിഷ് ചെയ്യും. ബട്ട് ഇഫ് ആസ് ഇൻ ഹിസ് കേസ് എ മാൻ ഈസ് നോട്ട് പ്രോപ്പർലി റിവാർഡഡ് ബൈ ദ വേൾഡ്, ഗോഡ് വിൽ കോമ്പൻസേറ്റ് ഹിം അറ്റ് ലാസ്റ്റ്. ചിലപ്പോൾ എന്താണ്, ആസ് ഇൻ ഹിസ് കേസ്, ഇയാളുടെ കേസ് മാതിരി എ മാൻ ഈസ് നോട്ട് പ്രോപ്പർലി റിവാർഡഡ് ബൈ ദ വേൾഡ്, ചെയ്യുന്നുണ്ടെങ്കിലും ലോകം അതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ചിലപ്പോൾ ഒരു കോമ്പൻസേറ്റ് ചെയ്തു എന്നിരിക്കും. സോ വി നീഡ് നോട്ട് ബി അഫ്രൈഡ് ഓഫ് ദ. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മൾ മരണത്തെ അഫ്രൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് പ്രിസൈസ്ലി ദ പോയറ്റ്സ് ഒപ്റ്റിമിസ്റ്റിക് ഫിലോസഫി. ഇതാണ് ഒരു പോയറ്റിൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ഫിലോസഫി ആയിട്ട് ആൻഡ്രിയനെ കാണുവാണ്. കാരണം ആൻഡ്രിയ പറയുന്നത് ഒരു പക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദൈവം അത് കോമ്പൻസേറ്റ് ചെയ്തു എന്നിരിക്കും. നമ്മളതിനു വേണ്ടി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരിച്ചു കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ടാലൻറ്റുകളൊക്കെ എന്ത് ചെയ്തില്ലയോ എന്ന് ചോദിച്ചിട്ട് പണിഷ് ചെയ്തു അങ്ങനെ വിചാരിക്കേണ്ട എന്ന് പറയുവാണ്. സോ ദിസ് സേഫർ ഫോർ മീ. കണ്ടില്ലേ നെക്സ്റ്റ് ലൈൻ? യെസ്, ദിസ് സേഫർ ഫോർ മീ ഇഫ് ദി award be strict that I am something. Okay, if the award be strict that I am something underrated here. ഇവിടെ പറയാണ് Andrea would very much prefer to be neglected in this world as he hopes to be handsomely rewarded by God for his flawless paintings. This safer for me if the award be strict that I am something underrated here. അതായത് ഇവിടെ ആൻഡ്രിയ വുഡ് വെരി മച്ച് പ്രിഫർ ടു ബി നെഗ്ലക്റ്റഡ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് നെഗ്ലക്റ്റഡ് ആവാനാണ് ആൻഡ്രിയയ്ക്ക് ആഗ്രഹം. ആസ് ഹി ഹോപ്സ് ടു ബി ഹാൻഡ്സംലി റിവാർഡ് ബൈ ഗോഡ് ഫോർ ഹിസ് ഫ്ലോസ്. കാരണം ഈ ടാലൻറ്റ് മുഴുവൻ ഉപയോഗിച്ചുള്ള നല്ല പെയിൻറ്റിംഗ് ആണല്ലോ, ഫ്ലോലെസ് പെയിൻറ്റിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു റിവാർഡ് ഹെവനിൽ കിട്ടണം എന്നാണ് ആഗ്രഹമെന്ന് ആര് പറയുന്നു? ആൻഡ്രിയ പറയുവാണ്. ഓക്കെ, പോർ ദിസ് ലോങ് വൈൽ ഡിസ്പൈസ് ടു സ്പീക്ക് ദി ട്രൂത്ത്. കണ്ടില്ലേ? ട്രൂത്ത് ഐ ഡെയർ നോട്ട് ഡു യു നോ ലീവ് ഹോം ഓൾ ഡേ. ഇവിടെ ആൻഡ്രിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ ട്രൂത്ത് ബി സ്പോക്കൺ, ശരി, പോർ ദിസ് ലോങ് വൈൽ ഡിസ്പൈസ് ടു സ്പീക്ക് ദ ട്രൂത്ത്. കണ്ടില്ലേ ഇവിടെ സ്പീക്ക് ദ ട്രൂത്ത് എന്ന്. യെസ്, അതായത് സത്യം പറയുവാണെങ്കിൽ എന്താണ് ആൻഡ്രിയ സെസ് ഹി വാസ് പുവർ ഫോർ എ ലോങ് ടൈം ആൻഡ് ഹി വാസ് നോട്ട് അക്കോർഡഡ് പ്രോപ്പർ റെക്കഗ്നിഷൻ. കുറേ നാളായിട്ട് അദ്ദേഹം പോറാണ്. ആൻഡ് ഹീസ് ദെർഫോർ മോർ ഫോർച്ചുനേറ്റ് ദാൻ അതേഴ്സ്
because God will ultimately reward. കാരണം എന്തൊക്കെ പറഞ്ഞാലും പാവങ്ങളെ ദൈവം ആദരിക്കുമല്ലോ. അപ്പം കുറേ നാളുകളായിട്ട് he is poor and he was not accorded proper recognition. അതുമാത്രമല്ല ആവശ്യത്തിന് അംഗീകാരം കിട്ടാത്ത ആളും കൂടിയാണ്. സോ ഹീ ഈസ് മോർ ഫോർച്ചുനേറ്റ് ദാൻ. അതുകൊണ്ട് മറ്റുള്ളവരെക്കാളും ഭാഗ്യവാനാണെന്ന് പറയുകയാണ്. ഗോഡ് എന്തായാലും എന്നെ റിവാർഡ് ചെയ്യും. യെസ്, ഐ ഡോണ്ട് നോ, ഡു യു നോ, ലീവ് ഹോം ഓൾ ഡേ for fear of chancing on the Paris roads. അതായത് he was afraid of meeting by chance any of the French nobles who might be visiting Florence. അല്ലെങ്കിൽ ഫ്ലോറൻസിൽ വിസിറ്റ് ചെയ്യുന്ന ഫ്രഞ്ച് നോബിൾസൊക്കെ വിസിറ്റ് ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ they would praise him as a flawless painter which might become his reward in this world. അതായത് ചിലപ്പം ഫ്ലോറൻസിലെ വിസിറ്റ് ചെയ്യാൻ വന്ന ഫ്രഞ്ച് നോബിൾസൊക്കെ ഉണ്ടല്ലോ, ഫ്രാൻസിലെ നോബിൾസും, അവരൊക്കെ എൻ്റെ പെയിൻറ്റിങ് കണ്ടിട്ട് എന്നെങ്ങാനും പുകഴ്ത്തുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഫോൾലെസ് പെയിൻറ്റിങ് ആണെന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ ഫോൾലെസ് പെയിൻറ്റിങ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി കഴിഞ്ഞാൽ എനിക്കിവിടെ റിവാർഡ് കിട്ടി. ഇവിടെ റിവാർഡ് കിട്ടി എന്താണ് ഭയം? സ്വർഗത്തിൽ കിട്ടില്ല. സോ എന്താണ് വിച്ച് മൈറ്റ് ബിക്കംസ് ഹിസ് റിവാർഡ് ഇൻ ദിസ് വേൾഡ് ഡിപ്രൈവിംഗ് ഹിം ഓഫ് ഡിവൈൻ കമ്പൻസേഷൻ. അങ്ങനെ ഇവിടെ റിവാർഡ് കിട്ടിയവർക്ക് സ്വർഗത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാത്തവർക്കാണ് അവിടെ ഒരു കോമ്പൻസേഷനുള്ളൂ. അപ്പോൾ ആ ഡിവൈൻ കോമ്പൻസേഷൻ എനിക്ക് കിട്ടൂല്ലയോ സ്വർഗത്തിൽ എന്നൊരു ഭയം എനിക്കുണ്ട്. ആൻഡ് ദീസ് ലൈൻസ് മേ, അപ്പോൾ അവർ അതുകൊണ്ട് മീറ്റ് ചെയ്യരുന്ന ആഗ്രഹം. ദീസ് ലൈൻസ് മേ മീൻ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ദ റെക്കഗ്നൈസിങ് ഹിം ആസ് ദ മാൻ ഹൂ മിസ്അപ്രോപ്രിയേറ്റഡ് ദ മണി ഗിവൻ ടു ഹിം by the King of Florence for making some purchases for the royal palaces. Okay. Okay. So next line, the best is when they pass and look aside. My most pleasant time outside this studio, എന്താണെന്നാണ് അയാൾ പറയണത്, വിച്ച് ഐ റെയർലി ലീവ്, ഈസ് വെൻ പീപ്പിൾ ഡു നോട്ട് റെക്കഗ്നൈസ് മീ ആൻഡ് കീപ് ലുക്കിംഗ് അസൈഡ് ആൻഡ് അവേ ഫ്രം മീ. ആരും എന്നെ റെക്കഗ്നൈസ് ചെയ്യാതെ എല്ലാവരും എന്നിൽ നിന്ന് ദൂരം പാലിക്കുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം എന്ന് അയാൾ പറയുവാണ്. ഓക്കെ, ബട്ട് ദ സ്പീക്ക് സംടൈംസ് ഐ മസ്റ്റ് ബിയർ ഇറ്റ് ഓൾ വെൽ മേ ദേ സ്പീക്ക് ദാറ്റ് ഫ്രാൻസിസ് ദാറ്റ് ഫസ്റ്റ് ടൈം. കണ്ടോ അവിടെ പറയുന്നത്, ബട്ട് സംടൈംസ് ദേ ടോക്ക് ഓഫ് മൈ ഫോൾനെസ്നെസ് ഓർ ഓഫ് ദ ഫ്രഞ്ച് കിങ്സ് മണി ദറ്റ് ഐ റാൻ അവേ വിത്ത് ആൻഡ് ഐ മസ്റ്റ് ബിയർ ഇറ്റ്. ചിലപ്പോൾ ദേ ടോക്ക് ഓഫ് മൈ ഫോൾനെസ്നെസ്, ചിലപ്പോൾ അവരെൻ്റെ തെറ്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഓർ ഓഫ് ദ ഫ്രഞ്ച് കിങ്സ് മണി ദറ്റ് ഐ റാൻ അവേ വിത്ത് ആൻഡ് ഐ മസ്റ്റ് ബിയർ ഇറ്റ്, അതെന്തായാലും ഞാൻ അനുഭവിക്കണമെന്ന് പറയുവാണ്. ഓക്കെ, വെൽ മേ ദേ സ്പീക്ക് എന്ന് പറഞ്ഞാൽ ആൻഡ്രിയ ഡസ് നോട്ട് ടേക്ക് ദ പീപ്പിൾസ് ടോക്ക് സീരിയസ്ലി. അതെ, അതാണ് വെൽ മേ ദേ സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചോട്ടെ, എനിക്കത് കാര്യമില്ല എന്ന് പറയുന്നു. സോ നെക്സ്റ്റ് ലൈൻ 149 to 150, ദാറ്റ് ഫ്രാൻസിസ് ദാറ്റ് ഫസ്റ്റ് ദ സെയിം ലൈൻ ദാറ്റ് ഫ്രാൻസിസ് ദാറ്റ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ്രിയ recalls to his mind those glorious moments he passed at the court of King Francis. King Francisൻ്റെ കോർട്ടിൽ സമയം ചെലവഴിച്ച ആ ഗ്ലോറിയസ് മൊമെൻറ്റ്സിനെ കുറിച്ച് ഓർക്കുകയാണ്. റിസീവ് ഹൈ പ്രൈസസ് ആൻഡ് പ്രോപ്പർ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ആർട്ടിസ്റ്റിക് ടാലൻറ്റ്. അന്ന് അവിടെ പെയിൻറ്ററായിട്ട് പോയപ്പോൾ വളരെയധികം റെക്കഗ്നീഷൻ കിട്ടിയതാണ്. while working at the Royal Palace at Fontainebleau. Okay, അതാണ് ദാറ്റ് ഫ്രാൻസിസ് ദാറ്റ് ഫസ്റ്റ് ടൈം ആൻഡ് ദാറ്റ് ലോങ് ഫെസ്റ്റിവൽ ഇയർ അറ്റ് ഫോർട്ടൻബ്ലൂ എന്ന് പറയുന്നത്. ഐ ഷുവർലി ദെൻ കുഡ് സംടൈംസ് ലീവ് ദ ഗ്രൗണ്ട് പറഞ്ഞാൽ റീച്ച് ഹെവൻ വിച്ച് ഈസ് അതർവൈസ് ഷട്ട് ടു ഹിം. ആൻഡ് ഐ ഷുവർലി ദെൻ കുഡ് സംടൈംസ് ലീവ് ദ ഗ്രൗണ്ട് പുട്ട് ഓൺ ദ ഗ്ലോറി. എന്താണ് ലീവ് ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റീച്ച് ഹെവൻ വിച്ച് ഈസ് അതർവൈസ് ഷട്ട് ടു ഹിം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ബീയിങ് ഇൻസ്പയർഡ്. ഐ യൂസ് ടു ബിക്കം ആസ് മച്ച് സ്പിരിച്വൽ അറ്റ് moments as റാഫേൽ വാസ് ഓൾ ദാറ്റ് ടൈം ഹീ പെയിൻറ്റ്. അതായത് റാഫേൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തോരം സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരുന്നു.
അതുപോലെ തന്നെ സ്പിരിച്വലാണ് ഞാനിപ്പോൾ എന്ന് പറയുവാണ്. അതാണ്. And that Francis, that first time and that long festival year, I surely then could sometimes leave the ground, put on the glory, Raphael's daily wear. In that human great monarch's golden look. Okay, അതാണ് ആ stanza. Okay, next line. Put on the glory, Raphael's daily wear, in that human great monarch's golden outlook. Here, Andre recalls to his mind those glorious moments he passed at the court of King Francis, receiving high praises and proper recognition of his artistic talents while working at the royal palace at Fontainebleau. Okay, then being in and reach heaven which is otherwise shut to him, then leave the ground എന്ന് പറയുന്നത്. അപ്പോൾ put on the glory Raphael's daily wear എന്ന് പറഞ്ഞാൽ being inspired I used to become. Do you see that? Yes. Being inspired I used to become as much spiritual at moments as Raphael was all that time he painted. In these exquisitely picturesque lines, see, in that human great monarch's golden look, one finger in his beard or twisted curl over his mouth, good mark that made the smile. In these exquisitely picturesque lines, Andrea recounts the sources of the inspiration that made him rise to divine heights and paint with the glory that was Raphael's inseparable virtue. Description of the French king with his beard and sparkling eyes. അപ്പോൾ ഫ്രഞ്ച് കിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ നടത്തുവാണ്. എന്താണ്? ബിയേർഡ്, അദ്ദേഹത്തിൻ്റെ താടിയും അതുപോലെ തന്നെ കണ്ണുകളും, made the smile, and beard with the sparkling eyes renders Browning's appreciation of the pre-Raphael quite intelligible. The alliteration in frank French eyes is remarkably musical. The king and his courtiers inspired Andrea to work at his canvas round the clock with gusto. അപ്പോൾ കിങ്ങിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത്, ഫ്രാൻസിലായിരുന്ന സമയത്ത് വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയിരുന്നു എന്ന് പറയുകയാണ്. റീകൗണ്ട്സ് ദ സോഴ്സ് ഓഫ് അവിടെ നിന്ന് കുറേ സോഴ്സസ് ഓഫ് ഇൻസ്പിറേഷൻ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഡിവൈൻ ഹൈറ്റ്സിലേക്ക് ഉയരാൻ സാധിച്ചു. നെക്സ്റ്റ് 162 to 64. And the one arm around my shoulder, about my shoulder, around my neck, the jingle of his gold chain in my ear, I painting proudly with his breath on me. അപ്പോൾ ഫ്രാൻസ് കിങ്ങിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ്റെ കാര്യം ഓർക്കുവാണ്. his court around him, seeing with his eyes. അപ്പോൾ അവിടെയുള്ള എല്ലാവരും, the king and his courtiers inspired Andrea to work at his canvas round the clock with gusto and working vigorously എന്നാണ്. Profuse my hand and such frank French eyes and such a fire of souls. Profuse my hand kept plying by those hearts, working vigorously. And best of all, this is this face beyond, this in the background, waiting on my work to crown the issue with a last word. Did you see that? This line. Okay. In this, and the best source of inspiration was the hope that his wife would welcome him home after the work was done and praise him for his magnificent achievement. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ ഫ്രാൻസിൻ്റെ കിങ്ങിന് തന്ന ഇൻസ്പിറേഷനേക്കാളൊക്കെ ദ ബെസ്റ്റ് ഓഫ് ഓൾ ദിസ് വീണ്ടും ദിസ് എന്ന് പറയുന്നത് ദിസ് ഫേസ് ബിയോണ്ട്. ഞാൻ വൈഫിനോട് പറയാണ്, വൈഫിൻ്റെ ഫേസ് ബിയോണ്ട് ദിസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വെയിറ്റിംഗ് ഓൺ മൈ വർക്ക്. അതായത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ
The basis of inspiration was the hope that his wife would welcome വീട്ടിൽ വെൽക്കം ചെയ്യും. ആൻഡ് after the work was done, അവനെ അവൻ്റെ വർക്കിൽ പ്രൈസ് ചെയ്യും എന്നുള്ള ആ ഒരു ഹോപ്പാണ് ഹിസ് magnificent achievements. The haunting memory of his wife always inspired him to work with all the more enthusiasm. അപ്പോൾ വൈഫിനെ കുറിച്ചുള്ള ആ മെമ്മറി, വൈഫിൻ്റെ മുഖവുമാണ് എല്ലാം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്ന് പറയുന്നു. Hearing the unsung melodies of his wife, he worked endlessly at the court, cherishing the hope of a last reward, maybe with kisses. But she called him back not to pay any compliments but to get money from him. പക്ഷേ ഒരു കോംപ്ലിമെൻറ്റ് തരുന്നതിന് പകരം അവൻ്റെ ക്യാഷ് നേടിക്കാനാണ് അവളെ നോക്കിയത്. ഓക്കെ, ടു ക്രൗൺ ദ ഇഷ്യൂ വിത്ത് എ ലാസ്റ്റ് റിവാർഡ്. ഓക്കെ, എ ഗുഡ് ടൈം വാസ് ഇറ്റ് നോട്ട് മൈ കിങ്ലി ഡേയ്സ്. അപ്പോൾ വൈഫിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ആയിരുന്നില്ലേ ആ ഒരു സമയം. ആൻഡ് ഹൗ ഡു യു നോട്ട് ഗ്രോൺ റെസ്റ്റ്ലെസ്. അവിടെ ഉദ്ദേശിക്കുന്നത് നോട്ട് ടു പ്രൈസ് ആൻഡ് വെൽക്കം ഹിം ഹോം എന്നാണ്. ഹൗ ഡു യു നോട്ട് ഗ്രോൺ റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു പ്രൈസ്, അതായത് നീ എന്നെ വെൽക്കം ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ വർക്കിനെ പ്രൈസ് ചെയ്യുകയോ ചെയ്തില്ല. ബട്ട് ടു ആസ്ക് ഹിം, പക്ഷേ എന്താണ് ഇപ്പോൾ സം കോയിൻസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. പക്ഷേ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കോയിൻസ് മണിക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. യെസ്, ബട്ട് ഐ നോ ദിസ് ഡൺ ആൻഡ് പാസ്റ്റ്. എന്നിട്ട് വീണ്ടും വൈഫിനെ സന്തോഷപ്പെടുത്താൻ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം അത് കഴിഞ്ഞു പോയ കാര്യം. ദിസ് ഡൺ ആൻഡ് പാസ്റ്റ് ടു അസ് റൈറ്റ് മൈ ഇൻസിസ്റ്റഡ് ടു ലീവ് ദി ലൈഫ് ഗ്രൂ ഓൾ ഗോൾഡൻ ആൻഡ് നോട്ട് ഗ്രേ. അവിടെ പറയുന്നത് എന്താണ്? ആൻഡ് ദിസ് സെൻസസ് പ്രൊട്ടസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് പ്രപ്പോസ് ഹിംസെൽഫ് ടു ഫോർഗെറ്റ് എവറിത്തിങ് അബൌട്ട് ദ പാസ്റ്റ്. അതുകൊണ്ട് തന്നെ അങ്ങാനും വൈഫ് പ്രൊട്ടസ്റ്റ് ചെയ്താലെന്ന് വിചാരിച്ചിട്ട് അത് മറക്കാമെന്ന് പറയാണ്. ലെറ്റ് ഷീ ഷുഡ് ഗ്രോ ആംഗ്രി, ലെറ്റ് ദ പാസ്റ്റ് ബറി ഇറ്റ്സ് ഹെർട്ട് ഈസ് വാട്ട് ഹി സേസ് ഇറ്റ് വാസ് റൈറ്റ്. കണ്ടില്ലേ? മൈ ഇൻസിസ്റ്റഡ്, അത് ശരിയായിരുന്നു എന്ന് എൻ്റെ ഇൻസിസ്റ്റ് പറയുന്നു. ടു ലീവ് ദ ലൈഫ് ഗ്രൂ ഗോൾഡൻ ആൻഡ് നോട്ട് ഗ്രേ. അവിടെ ഇറ്റ് വാസ് നോട്ട് മൈ ഫെയ്റ്റ് ടു ലീവ് ദാറ്റ് പാഷനേറ്റ്ലി റൊമാൻറ്റിക് ഗോൾഡൻ ലൈഫ് ഫോർ എ വെരി ലോങ് പീരിയഡ്. ഐ മെൻറ്റ് ഫോർ എ സിൽവർ ഗ്രേ ലൈഫ് വിത്ത് ഇറ്റ്സ് ട്വൈലൈറ്റ്സ് എഫക്ട്സ്. ഇനി നെക്സ്റ്റ് 169 to 170 കണ്ടോ? ആൻഡ് ഐ ആം എന്നുള്ളത്. ആൻഡ് ഐ ആം ദ വീക്ക് ഇവിടെ. ആൻഡ് ഐ ആം ദ വീക്ക് ഐഡ് ബട്ട് ബാച്ച് നോസ് ആൻഡ് ഷുഡ് ടെംപ്റ്റ്. അതായത് ഐ ആം ഡിസ്റ്റൈൻ ടു ലീഡ് എ കളർലെസ് ആൻഡ് ഡൾഫ് ലൈഫ് ഡിവോയ്ഡ് ഓഫ് എനി പർപ്പിൾസ് ഓഫ് വയലൻസ്. അതായത് ഒരു കളർ ഒന്നും ഇല്ലാത്ത കളർലെസ് ലൈഫാണ് എൻ്റെ വിധി എന്ന് പറയുന്നു. മൊറോലെസ് ലൈക്ക് എ ബാറ്റ്, അതൊരു വാലിനെ പോലെ. വിത്ത് ഇറ്റ്സ് വീക്ക് ഐസ് കനോട്ട് സ്റ്റാൻഡ് ദ ലൈറ്റ് ഓഫ് ദ സൺ ആൻഡ് വിച്ച് ഈസ് ഹാപ്പിയർ വിത്ത് ദ 4 walls ഓഫ് എ ഡാർക്ക് റൂം ഇൻ എ കൺട്രി ഹൗസ്. അപ്പോൾ ഒരു കൺട്രി ഹൗസിൽ ഒരു എന്താണ് 4 ചുമരുകൾക്കിടയിൽ അല്ലെങ്കിൽ അടഞ്ഞിട്ട റൂമിലിരിക്കുന്ന ഒരു വവ്വാലിനെ പോലെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഐ റാൻ അവേ ഫ്രം ഫ്രാൻസ് ബിഫോർ ദ ഗ്ലോറിയസ് സൺ ഓഫ് ദി ജനോസിറ്റി. അപ്പോൾ ഇതാണ് ടു ലീവ് ദി ലൈഫ് ബട്ട് നോ സൺ ഷുഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചം കയറി ചെല്ലാത്ത ഇരുട്ട് മുറിയിലിരിക്കുന്ന മാതിരി. ഔട്ട് ഓഫ് ദ ഗ്രേഞ്ച്. കണ്ടോ? ഓക്കെ. സിൻസ് ഐ വാസ് ലിസണിങ് ടു ലീഡ് യു കോൾഡ് മീ ആൻഡ് ഐ റിട്ടേൺഡ്. അപ്പം I was listening to lead a colorless life. My stay in France had to end in that way. അപ്പോൾ അതാണ് പറയുന്നത്. I ran away from France because the glorious sun of the generosity of the French king could shine on me in all its glory and magnificence. അപ്പോൾ ഔട്ട് ഓഫ് ദ ഗ്രേഞ്ച് ബാൻ എന്ന് പറഞ്ഞാൽ കൺട്രി ഹൗസ് എന്നാണ്. ഹൂസ് 4 walls make his world. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബാറ്റ് ഒരു കൺട്രി ഹൗസിൽ ഇരുട്ടത്ത് മുറിയിരിക്കുമ്പോൾ 4 ഭിത്തിയാണ്, 4 ചുവരുകൾക്കിടയിൽ ഇരിക്കുവാണ്. അപ്പോൾ അതുപോലെ ആയിരുന്നു എൻ്റെ ലൈഫ്. ഹൗ കുഡ് ഇറ്റ് എൻഡ് ഇൻ എനി അതർ വേ? യു കോൾ മീ ആൻഡ് ഐ കെയിം ഹോം ടു യുവർ ഹാർട്ട്. അതായത് നീ എന്നെ വിളിച്ചു, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, ഫ്രാൻസിലെ ആ ഒരു ഇതിൽ നിന്ന് തിരിച്ചു വന്നു. യുവർ ലവ് വാസ് എ റിയൽ റിവാർഡ് ദാറ്റ് ഐ മേഡ്. എൻ്റെ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. The triumph was to reach and stay there. Since I reached it here, the triumph was lost. To meet my beloved seemed to be the highest triumph of which I sacrificed all my work, which was to bring me name and fame. അതായത് എനിക്ക് ഫേമസ് ആവാൻ, എനിക്ക് പ്രശസ്തി കൊണ്ടുവരുന്ന ഏതൊരു വർക്കിലും ഞാൻ ആഗ്രഹിച്ച എന്താണ്? ഏതൊരു വർക്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് നിൻ്റെ സ്നേഹം മാത്രമാണ്. ടു മീറ്റ് മൈ ബിലോഡ്, എൻ്റെ ബിലോഡിനെ, എൻ്റെ സ്നേഹിതയെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതാണ് എൻ്റെ ഹയസ്റ്റ് ട്രിപ്പ്. ആൻഡ് എന്താണ്
what is lost? That means, but since I have been able to win your love without achieving that name and fame, as is evident by your asking me to come, അതായത് നീ എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ പ്രശസ്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല നിനക്ക് ആവശ്യം, നിനക്ക് എൻ്റെ പ്രസൻസ് ആണെന്ന് മനസ്സിലായപ്പോൾ എനിക്കത് ഏറ്റവും വലിയ റിവാർഡായി തോന്നി. ഐ ഹാവ് ലോസ് നത്തിങ്. അപ്പോൾ എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. മൈ മെയിൻ പർപ്പസ് വാസ് ടു വിൻ എ പ്ലേസ് ഫോർ മൈസെൽഫ് ഇൻ യുവർ ഹാർട്ട്. കാരണം ആ ഒരു ഫ്രാൻസിലെ നല്ലൊരു ലൈഫിൽ നിന്നും നീ എന്നോട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് പ്രശസ്തി വേണമായിരുന്നു അവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്നാൽ. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നീ എൻ്റെ പ്രസൻസ് ആഗ്രഹിച്ചു എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ റിവാർഡ്. മൈ മെയിൻ പർപ്പസ് വാസ് ടു വിൻ എ പ്ലേസ് ഫോർ മൈസെൽഫ് ഇൻ യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടണമെന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് വൈഫിനോട് പറയാണ്. ദാറ്റ് ഐ ഹാവ് ബീൻ ഏബിൾ ടു അച്ചീവ്. അതെനിക്ക് ചെയ്യാൻ പറ്റി. മൈ ഇനബിലിറ്റി ടു വിൻ നെയിം ആൻഡ് ഫെയിം ആസ് ആൻ ആർട്ടിസ്റ്റ് ഡസ് നോട്ട് ദെർഫോർ മാറ്റർ. അതുകൊണ്ട് എനിക്ക് പ്രശസ്തിയാവാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് പേരെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നും ഇവിടെ അത് ഡസൻ മാറ്റർ. അത് ഞാൻ നെവർ മൈൻഡ് എന്ന് പറയാണ്. ഓക്കെ, ഡു സീ ദോസ് ലൈൻ? ലെറ്റ് മൈ whose four walls make his wall. You called me and I came home to your heart, the triumph was to reach. കണ്ടില്ലേ? ഐ റീച്ച് ഇറ്റ് ഹിയർ ദ ട്രിംഫ് ആർട്ട് ഇസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പറയാണ്, എന്ത് വാട്ട് ഈസ് ലോസ്? ഐ ലോസ് നത്തിങ്. എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, നീ എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു. ലെറ്റ് മൈ ഹാൻഡ്സ് ഫ്രെയിം യുവർ ഫേസ് ഇൻ യുവർ ഹെയർസ് ഗോൾഡ്. അപ്പോൾ നിൻ്റെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തുക. യു ബ്യൂട്ടിഫുൾ ലുക്രേഷ്യ ദാറ്റ് ആർ മൈൻ. നീ വീണ്ടും സുഖിപ്പിക്കുകയാണ് ലുക്രേഷ്യനെ. നീ ബ്യൂട്ടിഫുൾ ലുക്രേഷ്യ, നീ എൻ്റേത് മാത്രമാണ്. റാഫേൽ ഡിഡ് ദിസ്, ആൻഡ്രിയ പെയിൻറ്റഡ് ദാറ്റ്. എന്താണ്? Yes, Andrea bursts forth in lyrical ecstasy here. You hair's gold is picturesquely graphic description. But like the moon, there is a very breeze also. നീ എൻ്റേതാണെന്ന് പറയുന്നു. ആൻഡ്രിയ quite vividly imagines what people will say on comparing his Madonna with that of Raphael. People will say that Raphael's is the better picture because it is full of holy ideas, and Andrea's picture is only a representation of his beautiful wife. അപ്പോൾ ആൻഡ്രിയയും റാഫേലും മഡോണയെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ പീസ് പോലെയാണല്ലോ റാഫേലിൻ്റെ. അപ്പോൾ അത് റാഫേലിൻ്റെ ആയിരിക്കും നല്ല പിക്ചർ. കാരണം റാഫേലിൻ്റെ പിക്ചറിൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഹോളി ഐഡിയാസൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ ആൻഡ്രിയയുടെ പിക്ചറിൽ ഈ ഇവിടെ കണ്ടുള്ള സൗന്ദര്യം മാത്രമാണുള്ളൂ, റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ വൈഫ് മാത്രമാണ് അതിലുള്ളൂ എന്ന്. അതാണ് ഇത്. റോമൻസ് എന്ന് പറഞ്ഞാൽ റാഫേൽസ് എന്നാണ്. ഇറ്റ്സ് ബെറ്റർ, റാഫേലിൻ്റെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. റോമൻസ് എന്ന് കണ്ടില്ലേ? അതായത് ആ പിക്ചർ റാഫേൽ ഡിഡ് ദിസ്, റാഫേൽ ഡിഡ് ദിസ്, ആൻഡ്രിയയും പെയിൻറ്റ് ചെയ്തു. പക്ഷേ റോമൻസ് എന്ന് പറഞ്ഞാൽ റാഫേലിൻ്റെയാണ് ബെറ്റർ വെൻ യു പ്രേ, ബട്ട് സ്റ്റിൽ ദ അതേഴ്സ് വെർജിൻ വാസ് ഹിസ് വൈഫ്. Men will excuse me, I am glad to judge both pictures in your presence. Clear grows my better fortune, I resolve to think. അതായത് എന്താണ്? ഐ എം പ്രോബബ്ലി മോർ ഫോർച്ചുനേറ്റ് ദാൻ റാഫേൽ. പക്ഷേ റാഫേലിനേക്കാളും ഞാൻ ഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയുന്നു. കാരണം എന്താണ്? യെസ്, ബെറ്റർ ഫോർച്ചുനേറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ I have a beautiful wife called Lucretia. Okay, ഇത് അപ്പോൾ when he men will excuse me, Clara grows my better, I resolve to think, for do you know Lucretia's God lives എന്ന് പറയുന്നു അല്ലേ? അവിടെ പറയുന്നത് this remark refers to the place, time and occasion of the conversation. Yes, that took place between Raphael and Michelangelo. The enthusiasm of the younger artist is very well suggested through the phrase flaming out. There must have been burning a true light of God in him. Okay, my better fortune, I resolved to think both pictures. For do you know Lucretia's God lives at one day. Agnolo means Michelangelo. Raphael കൂടെ പറഞ്ഞതാണ്, his very self have known it all these years. When the young man was flaming out his thoughts upon a palace wall for Rome to see, too lifted up in heart because of it. Friend, there's a certain sorry little scrub എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ എന്നാണ് അർത്ഥം. അതായത് ഇത് റെഫേഴ്സ് ടു ആൻഡ്രിയനെയാണ്. ഇവിടെ സ്ക്രബ് റെഫർ ചെയ്യുന്ന ആൻഡ്രിയനെയാണ്. goes up and down of Florence, none cares, would bring the sweat into that brow of yours എന്നാണ്. would make you faint with shame എന്നാണ് ഇവിടെ കണ്ടോ. would bring the sweat into that brow of yours എന്ന് പറഞ്ഞാൽ would make you
faint with shame എന്നാണ്. ഓക്കെ, അപ്പോൾ ഹിയർ ദ സോഴ്സ് ഓഫ് ദിസ് അനക്ഡോട്ട് ഈസ് വാസറി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുതൽ, അതായത് ഫ്രണ്ട് എന്ന് കണ്ടില്ലേ, ഫ്രണ്ട് ദേഴ്സ് എ സെർട്ടൻ സോറി സ്റ്റിൽ സ്ക്രബ് മുതൽ യുവേഴ്സ് വരെയുള്ളതിൽ പറയുന്നത് the source of this anecdote is Vasari. This is a conversation between Raphael and Michelangelo, present as it was overheard by Andrea. Raphael Michelangelo സംസാരിക്കുന്നത് ആൻഡ്രിയ കേൾക്കാനിടയായി. My friend, there is a bit of a mannequin in Florence who, if he were given your commissions, would make you sweat with envy. Andrea was described by Michelangelo as a very ordinary painter. Michelangelo ആൻഡ്രിയനെ കുറിച്ച് പറയാണ് very ordinary painter during the conversation. This is what hurts Andrea. അത് ആൻഡ്രിയയ്ക്ക് ഹേർട്ടായി, കാരണം ഒരു സാധാരണ പെയിൻറ്ററിനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. That even such great artists should talk so irresponsibly. അതായത് അത്രയ്ക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നെ കുറിച്ച് ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പറയുന്നു. റാഫേൽ thought that Andrea was ever laboring hard over his portraits. Raphael വിചാരിച്ചു Andrea was ever laboring hard over his portraits, but it was quite the other way. Andrea was universally recognized as a faultless painter. Andrea പറയാണ് ഞാൻ ശരിക്കും യൂണിവേഴ്സലി റെക്കഗ്നൈസ് ചെയ്തേക്കണെയാണ് ഒരു ഫോൾട്ട്ലെസ് പെയിൻറ്ററാണ്. ഹിസ് ടെക്നിക്കൽ പ്രൊഫഷൻസി വാസ് സൂപ്പർബ് ആണ്, ആൻഡ് ഹി വാസ് വെരി ഗ്രേറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഓർ സ്കിൽഫുൾ ഹാർമനൈസർ ഓഫ് കളർ, എ മോസ്റ്റ് ചാമിങ് ആൻഡ് പ്ലീസിങ് പെയിൻറ്റർ. To say therefore that his performance and execution would make one faint with shame was grossly defamatory and disgusting lie. അപ്പോൾ ഈ ആൻഡ്രിയനെ കുറിച്ച് മൈക്കലാഞ്ചലോ പറഞ്ഞ കാര്യം മുഴുവൻ തെറ്റാണെന്ന് ആൻഡ്രിയയോട് പറയാണ്. ഫ്രണ്ട്, there's a certain sorry little scribe goes up and down of Florence, none cares how. അത് അവിടെ ഇൻവേർട്ടർ കോമ ഇട്ടേക്കുന്ന മൈക്കലാഞ്ചലോ നമ്മുടെ റാഫേലിനോട് പറയുന്നതായിട്ടുള്ള ഇതാണ്. who were he said to plan and execute as you are pricked on എന്ന് പറഞ്ഞാൽ stimulated by your popes and kings would bring the sweet sweat into that brow of yours. To Raphael's, and indeed the arm is wrong. I hardly dare, yet only you to see. Give the chalk here, quick thus the line should go. അപ്പോൾ to Raphael എന്നുള്ളത് പറയുന്നത്, and you know Michelangelo said all that about me to Raphael, in whose Madonna the arm is wrongly placed and the outline wrongly traced. The expression is patently ironic. അപ്പോൾ എന്നിട്ട് റാഫേലിനോട് പറയാണ് മൈക്കലാഞ്ചലോ, എന്താണ് റാഫേലിനോട് പറയുന്നത്, ആൻഡ് ഇൻഡീഡ് ദ ആം ഈസ് റോങ്, അതായത് മഡോണയുടെ പടം വരച്ചപ്പോഴുള്ള ആം തെറ്റാണ്, പല ഭാഗത്തും ടെക്നിക്കലി മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ഹാർഡ്ലി ഡെയർ യെറ്റ് ഓൺലി യു ടു സീ ഗിവ് ദ ചോക്ക് ഹിയർ ക്യുക്ക് ദസ് ദ ലൈൻ ഷുഡ് ഗോ, അതായത് അങ്ങനെ വേണമായിരുന്നു, ലൈൻ ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ പറയാണ്. ബട്ട് ദിസ് ഓൾ ഹീസ് റാഫേൽ റബിറ്റ് ഔട്ട്, സ്റ്റിൽ ഓൾ അത് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഹി ആസ് ഫോർ എ പീസ് ഓഫ് ചോക്ക് ടു ട്രേസ് കറക്റ്റ്, അതായത് ഒരു ചോക്ക് ചോദിക്കുകയാണ് കറക്റ്റ് പൊസിഷനിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഓഫ് ദി ആം ഇൻ ദ പിക്ചർ, ആൻഡ് വി ഹാവ് ടു ഇമാജിൻ ദാറ്റ് ഷീ ഗേവ് ഇറ്റ് ടു ഹിം. അപ്പോൾ ബട്ട് ദ സോൾ ഹീസ് റാഫേൽ റബിറ്റ് ഔട്ട്. എന്താണ്, Andrea is an honest fellow after all. He criticizes both Raphael and Michelangelo, and he does not hesitate to bestow his meed of praise in Raphael. അപ്പോൾ ആദ്യം ക്രിറ്റിസൈസ് ചെയ്യാണ് റാഫേലും മൈക്കലാഞ്ചലോ പറഞ്ഞതിനെ കുറിച്ച്, എന്നിട്ട് എന്താണ് പറയണ, ബട്ട് ദ സോൾ ഹീസ് റാഫേൽ റബ് ഇറ്റ് ഔട്ട്, സ്റ്റിൽ ഓൾ ഐ കെയർ ഫോർ ഇഫ് ഹി സ്പോക്ക് ദ ട്രൂത്ത്. അപ്പോൾ പക്ഷേ അയാൾ റാഫേലാണ് ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയാം, ഓക്കെ, പക്ഷേ ഇഫ് ഹി സ്പോക്ക് കാരണം ഇങ്ങനെ റാഫേലിനെ കുറിച്ചും മൈക്കലാഞ്ചലോയും തന്നെ ഒരു ഓർഡിനറി പെയിൻറ്ററാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവർ ആ രീതിയിലാണ് സംസാരിച്ചത്. അത് വളരെ ഇറസ്പോൺസിബിൾ ആയിപ്പോയെന്ന് നമ്മുടെ ഓദർ ആൻഡ്രിയ പറയുവാണ്. എന്നിട്ട് ആൻഡ്രിയ പറയുകയാണ് റാഫേലിൻ്റെ പിക്ചറിലെ മെഡോണ അതൊക്കെ വളരെ ടെക്നിക്കലി മിസ്റ്റേക്കുള്ളതാണ്, അതൊക്കെ തെറ്റാണ്. ആൻഡ് ഐ ബട്ട് ദ സോൾ ഹിസ്, പക്ഷേ അദ്ദേഹം റാഫേലാണല്ലോ, ഓക്കെ, സ്റ്റിൽ ഓൾ ഐ കെയർ ഫോർ ഇഫ് ഹി സ്പോക്ക്, പക്ഷേ അവൻ സത്യം പറഞ്ഞാൽ മാത്രം മതി. വാട്ട് ഹി വൈ ഹൂ ബട്ട് മൈക്കലാഞ്ചലോ. അവിടെ എന്താണ്, still he is not very much prepared to approve such faults in the paintings of so great a painter as Raphael, though he prizes the soul of the painting more than his body. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഹി എന്ന് ചോദിക്കുന്നു. എന്താണ് വാട്ട് ഹി വൈ ഹൂ ബട്ട് മൈക്കലാഞ്ചലോ.
കണ്ടില്ലേ? ബിക്കോസ് ലുക്രേഷ്യ വി നോ ഇറ്റ്സ് ഫോർ സർട്ടൻ ഹാർഡ്ലി കേസ് ഫോർ വാട്ട് ദി ആർട്ടിസ്റ്റ് ആൻഡ്രിയ ഹാസ് ടു സേ അൺലെസ് ഇറ്റ് ബി ഇൻ ടേംസ് ഓഫ് ഗോൾഡ് സിൽവർ ഓർ മണി. അതായത് വൈ എന്ന് പറയുന്നത് അവിടെ പറയുവാണ്, ലുക്രേഷ്യയ്ക്ക് ഇതിലൊന്നും ആഗ്രഹമില്ല. ലുക്രേഷ്യയ്ക്ക് മണി, സിൽവർ കോയിൻ, ഗോൾഡ് കോയിൻ മാത്രമേ ആഗ്രഹമുള്ളൂ. ആൻഡ് ലുക്രേഷ്യ വാസ് നോട്ട് പേയിങ് അറ്റൻഷൻ. അതുപോലെ ആൻഡ്രിയ പറയുന്ന ഈ വേർഡ്സിനൊന്നും ലുക്രേഷ്യ അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഷീ പ്രിറ്റൻഡ് ടു ബി ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ള പോലെ ഇരിക്കുന്നു. ബട്ട് ഷീ ഈസ് ആക്ച്വലി ഇൻഡിഫറൻറ്റ് ടു ദ കോൺസ്റ്റിക്കേറ്റഡ് മെമ്മറീസ് ഓഫ് ആൻഡ്രിയ. പക്ഷേ ആൻഡ്രിയ ഈ പണ്ടത്തെ ഈ ഓരോ മെമ്മറീസ് ഇങ്ങനെ പറയണേ ഒന്നും അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഹിയർ ഹി റിപ്പീറ്റ്സ് ദ ക്വസ്റ്റ്യൻ പുട്ട് ബൈ ഹർ. അപ്പോൾ അവൾ ക്വസ്റ്റ്യൻ വാട്ട് ഹി, അത് അവനെന്ത് എന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അവനിങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഹൂ, വൈ, ഹൂ, ബട്ട് മൈക്കൽ അഗ്നോലോ എന്ന് പറഞ്ഞാൽ മൈക്കൽ ഏഞ്ചലോ എന്താ പറഞ്ഞേ എന്നൊക്കെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ. ഡു യു ഫോർഗെറ്റ് ഓൾറെഡി വേർഡ്സ് ലൈക്ക് ദോസ് ഇഫ് റിയലി ദർ വാസ് സച്ച് എ ചാൻസ് സോ ലോസ്റ്റ് ഈസ് വെദർ യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ബട്ട് മോർ പ്ലീസ്ഡ്. ഇവിടെ ആൻഡ്രിയ പറയാണ്, ഐ ഗോട്ട് എ ഗുഡ് ചാൻസ് ടു റിയലൈസ് മൈ കേപ്പബിലിറ്റീസ് അറ്റ് ദ റോയൽ കോർട്ട് ഓഫ് ഫ്രാൻസ്. അതായത് ഫ്രാൻസിൽ വെച്ചിട്ട് എനിക്ക് നല്ല കാലമായിരുന്നു. അവിടെ ഞാൻ എൻ്റെ കേപ്പബിലിറ്റീസൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഗുഡ് ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ ലോസ് ഇറ്റ് സിൻസ് യു ആസ്. പക്ഷെ നീ എന്നോട് അവിടെ നിന്ന് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ എല്ലാ പ്രശസ്തിയും പേരും എല്ലാം കെട്ടുപോയി. പക്ഷെ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നു. ബട്ട് നെവർ മൈൻഡ്, ഹൗ ഡസ് ഇറ്റ് മാറ്റർ, യു ആർ വിത്ത് മീ. നീ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ ഐ ലോസ്റ്റ്. അതെല്ലാം ആ ഒരു ചാൻസസ്, എനിക്ക് കേപ്പബിലിറ്റീസ് എന്തോരം ഉണ്ടെന്ന് അറിയാനുള്ള ചാൻസസ്, എൻ്റെ ആ ഫീൽഡിൽ നിന്ന് മൊത്തം ഞാൻ വിട്ടു പോന്നു. ഐ ലോസ്റ്റ് ഇറ്റ്, കാരണം നീ എന്നോട് വരാൻ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് എന്താ, ഹൗ ഡസ് ഇറ്റ് മാറ്റർ എന്ന് പറയാണ്. കണ്ടോ, ഇഫ് റിയലി ദർ വാസ് സച്ച് എ ചാൻസ് സോ ലോസ് ഈസ് വെദർ യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ബട്ട് മോർ പ്ലീസ്ഡ്. എന്താണ്, അതുകൊണ്ട് എന്നാൽ യു ആർ വിത്ത് മീ, പക്ഷെ നീ എന്നോട് കൂടെയുണ്ട്, അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നു. Well, let me think so. And you smile indeed. This hour has been an hour. Another smile. Yes, contact containing 60 minutes. Each minute consisting of 60 seconds. അതാണ് this hour has been an hour എന്ന് പറയുന്നത്. Andrea would be glad to beg leave of the king only if he were sure that Lucretia. കാരണം ആൻഡ്രിയ പറയണേ, എനിക്ക് അവിടെ നിന്ന് പോരാൻ സന്തോഷമുള്ളൂ, നീ എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ. Lucretia would be pleased by his immediate response to her call, but we know that Andrea doubts it very much. Do you comprehend? Does she understand? We wish she could. Do you comprehend? Comprehend എന്ന് പറഞ്ഞാൽ നിനക്ക് do you understand? Did she understand? We wish she could. അവൾക്ക് മനസ്സിലായി കാണുമോ? Let me think, sir. You smile into this hour has been an hour, another smile. If you should sit thus by me every night, നീ എല്ലാ ദിവസവും രാത്രി എൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിൽ I should work better. എനിക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റും. Do you comprehend? നിനക്ക് മനസ്സിലാവണില്ലേ? I mean that. കണ്ടില്ലേ? Do you comprehend? Yes. And I mean that I should earn more, give you more. നിനക്ക് കുറേ തരാനും പറ്റും, എനിക്ക് കുറേ ഏൺ ചെയ്യാനും, നിനക്ക് കുറേ മണി തരാനും എനിക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ. സി ഇറ്റ് ഈസ് സെറ്റിൽഡ് ഡസ് നൗ. ഇപ്പോൾ സന്ധ്യാവാറി ദിവസം സ്റ്റാർ, ഒരു നക്ഷത്രം കാണുന്നു. എന്താണ്, so Andrea has great ideals, but he paints only to get money. And unless every mental and emotional expression is interested in terms of money, Lucretia is not going to pay any heed to it. A single line Browning has expressed how indifferent she had been to Andrea. Browning always deals with the man for his subject and hardly ever cares to paint nature. But when he does it with super success. Okay, here we can see is settled does now. കണ്ടില്ലേ, അതാണ് അവിടെ പറയുന്നത്. Browning always deals with man. Quols എന്ന് പറഞ്ഞാൽ CUEOWLS. Quols എന്ന് പറഞ്ഞാൽ owls on the Mediterranean shores and the sound they make is kyout അങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കുന്ന ഔൾസിനെയാണ് പറയുന്നത്. മെഡിറ്ററേനിയൻ ഷോർട്സ്, മെഡിറ്ററേനിയൻ തീരങ്ങളിൽ കാണുന്ന ഔൾസിനെയാണ് ക്യോൾസ് എന്ന് പറയുന്നത്. സ്പീക്ക് ദ നെയിം വി കോൾ ദം ബൈ. ഇവിടെ എ മൗണ്ടെയിൻ ഇൻ ഇറ്റലിയാണ് ഈ 16th പറഞ്ഞിരിക്കുന്നത്. മൊറെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണല്ലോ, ഇറ്റലിയിലുള്ളൊരു മൗണ്ടെയിൻ്റെ പേരാണ്. ദിസ് എ സ്റ്റാർ, അതായത് അവിടെ ഒരു സ്റ്റാർ കാണുന്നു, ആ ഹില്ലിൻ്റെ വ്യൂ പോയി. ദ വാച്ച് ലൈറ്റ്സ് ഷോ ദ വേൾഡ്
അവിടെ ലൈറ്റ്സ് ഉണ്ട്. ദ ക്യൂ ഓൾ സ്പീക്ക് ദ നെയിം വി കോൾ ദം ബൈ. ഓക്കെ, അപ്പോൾ സന്ധ്യയായി, അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു. കം ഫ്രം ദ വിൻഡോ, നീ ജനലിൻ്റെ അടുത്തേക്ക് വരൂ, സ്നേഹം, ലവ്, എൻ്റെ ഇഷ്ടപ്പെട്ട പ്രിയതമേ. കം ഇൻ അറ്റ് ലാസ്റ്റ് ഇൻസൈഡ് ദ മെലൻക്ലി ലിറ്റിൽ ഹൗസ്. വീണ്ടും വിളിക്കുവാണ് അവളെ, അല്ലേ? യെസ്. Andrea built the studio out of the money he got from the French king. അപ്പോൾ ആൻഡ്രിയ പെയിൻറ്റ് ചെയ്യാനുള്ള സ്റ്റുഡിയോ ഉണ്ടാക്കിയത് തന്നെ ഫ്രഞ്ച് കിങ്ങിൻ്റെ അടുത്ത് നിന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ക്യാഷും കൊണ്ടാണ്. ഹ്യൂഡ് ഹാവ്. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കി ജീവിച്ചത് അവിടെ ഹാപ്പിലി വിത്ത് ഹിസ് വൈഫ് ജീവിക്കാമെന്നാണ്. ബട്ട് നൗ ദ സെയിം ഹൗസ് ടേൺഡ് മെലങ്കോളിക് ഫോർ ദ ലാക്ക് ഓഫ് ഇമോഷണൽ ടൈസ് വിത്ത് ദ ഹസ്ബൻഡ് ആയിരുന്നു. പക്ഷേ അതൊരു നല്ലൊരു വീട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള വീടായില്ല. കാരണം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള മെലങ്കോളിക് ടൈ ഇല്ലാത്തതുകൊണ്ട്, നല്ല സ്നേഹബന്ധം ഇല്ലാത്തതുകൊണ്ട്. നെക്സ്റ്റ് കണ്ടില്ലേ, ഗോഡ് ഈസ് ജസ്റ്റ്. ഗോഡ് ഈസ് ജസ്റ്റ്, കിങ് ഫ്രാൻസിസ് മേ ഫോർഗീവ് മീ. Often at nights when I look up from painting I is tired out. കണ്ടില്ലേ, tired out. Yes, the walls become illumined brick from brick, distinct instead of mortar, fierce bright gold. Okay, അതെന്താണെന്ന് വെച്ചാൽ, yes, that gold of his side did summon with them, let us but love each them. ഇവിടെ ആൻഡ്രിയ says that King Francis was may forgive him for his dishonesty. കാരണം കിങ് ഫ്രാൻസിസിനോട് കൂടെ നിൽക്കാൻ കുറേ നാൾ സാധിച്ചില്ല, പെട്ടെന്ന് ഭാര്യ വിളിച്ചിട്ട് പോരേണ്ടി വന്നു. അപ്പോൾ ആ ഡിസോണസ്റ്റി കാട്ടിയത് King Francis must ചിലപ്പോൾ forgive ചെയ്തിട്ടുണ്ടാവും. He says that often at night when he stops painting and his eyes are tired, രാത്രികളിലൊക്കെ പെയിൻറ്റിങ് നിർത്തിയിട്ട് കണ്ണൊക്കെ ക്ഷീണമുള്ളതാവുമ്പോൾ it seems to him that the walls of his houses become illuminated with the bright light of gold. അതായത് ആ കണ്ണൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പം ആ വോൾസിൽ ചുറ്റും ലൈറ്റൊക്കെ എന്താണ്, ഗോൾഡൻ ലൈറ്റ് പോലെ തോന്നും. ഇൻ അതർ വേർഡ്സ്, ഹി ഈസ് ഹോണ്ടഡ് ബൈ ദ മെമ്മറി ഓഫ് ദ വേ ഇൻ വിച്ച് ഹി റോബ്ഡ് കിങ് ഫ്രാൻസിസ് ഫസ്റ്റ് ഓഫ് ഹിസ് ഗോൾഡ് വിത്ത് ദാറ്റ് ഗോൾഡ് ഹി ബിൽറ്റ്. അതായത് എങ്ങനെ അവിടെ നിന്ന് ക്യാഷ് അടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ അവരെ എങ്ങനെ റോബ് ചെയ്തു എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരും. ആ ധനം കൊണ്ടാണ് വീട് പണിത്. ഓഫൻ ഇൻസ്റ്റെഡ് ഓഫ് സിമെൻറ്റ് ആൻഡ് മോട്ടർ ഹിസ് ഈസ് ഗോൾഡ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയ ആ ഗോൾഡാണ് ആ ഭിത്തികളിലെല്ലാം ഇരിക്കുന്നതായിട്ട് തോന്നുന്നത്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ദ റീകളക്ഷൻ ഓഫ് ഹിസ് ഗിൽറ്റ്. കാരണം അവിടുന്ന് ഒരു ഡിസോണസ്റ്റ് ആയിട്ട് അവിടുത്തെ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഹിസ് ഗിൽറ്റ് കംസ് ടു ഹിം ഫ്രീ. അപ്പോൾ ആ ഒരു കുറ്റബോധം വരുവാണ് എപ്പോഴും. ബട്ട് ഗോഡ് അണ്ടർസ്റ്റാൻഡ്സ് വൈ ഹി പ്ലേഡ് ദർ ഫ്രോഡ് ഓൺ ഹിസ് കിങ് ഫ്രാൻസിസ് ഫസ്റ്റ്. പക്ഷെ ദൈവത്തിനറിയാം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന്. ഹി ക്യാൻ ദെർഫോർ ഹോപ്പ് ഫോർ ഫോർഗീവ്നെസ്. അതുകൊണ്ട് ദൈവം ക്ഷമിക്കുമായിരിക്കും എന്ന് പറയുന്നു. അല്ലേ, ദ വോൾസ് ബിക്കം ഇല്യൂമിൻ ബ്രിക്ക്. അതായത് വോൾസ് മൊത്തം ആ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡ് മൊത്തം ഇരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്. ഫിയേഴ്സ് ബ്രൈറ്റ് ഗോൾഡ് ആൻഡ് ഗോൾഡ് ഓഫ് ഹിസ് അത് ആൻഡ് ലെറ്റ് ഇസ് ബട്ട് ലവ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹിക്കാം. മസ്റ്റ് യു ഗോ എന്ന് പറയുകയാണ്. ഓക്കെ ഓക്കെ ദ ലുക്രീഷ്യസ് സോ കോൾഡ് കസിൻ മസ്റ്റ് സീ യു ആർ നോട്ട് വിത്ത് മീ എന്ന് പറഞ്ഞാൽ ലുക്രീഷ്യയുടെ ഈ പറഞ്ഞ കസിൻ ലവർ ഈസ് കോളിംഗ് ഹർ ഔട്ട്സൈഡ് ആൻഡ് ഷീ ഈസ് പ്ലാനിങ് ടു ഗോ ഇൻ സ്പൈറ്റ് ഓഫ് ആൻഡ്രിയസ് റിക്വസ്റ്റ് ടു സ്റ്റേ. മനസ്സിലായോ? അതായത് ഇവിടെ മസ്റ്റ് യു ഗോ ദ കസിൻ ഹിയർ അഗെയിൻ എന്ന് പറയുന്നത്. അതായത് നീ പറഞ്ഞ ആ കസിൻ, അതായത് അവളുടെ ലവർ പുറത്തുനിന്ന് വിളിക്കുവാണ്. ഹി വെയിറ്റ്സ് ഔട്ട്സൈഡ്. മസ്റ്റ് സീ യു, നിന്നെ കണ്ടിരിക്കും. നോട്ട് വിത്ത് മീ ദീസ് ലോൺസ് മോർ ഗെയിമിങ്. നീ വീണ്ടും പോവുകയാണോ? അപ്പോൾ അവൾക്ക് പോകാനുള്ള ആഗ്രഹം വരുവാണ് ലവറിൻ്റെ കൂടെ. ഇത്രയും തൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടും അവൾക്ക് ഇഷ്ടമാകുന്നില്ല. അതാണ് Lucretia, a feeling of pathos and not unmixed with the horrible laughter is arose here by saying Andrea caught in such a complicated net that he can't even stop his wife from going to another man. അതായത് ഒരു വലയിൽ കുടുങ്ങിപ്പോയ മാതിരിയാണ്. അവളുടെ ലവറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവനത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ദോസ് ലോൺസ് കണ്ടില്ലേ, ദോസ് ലോൺസ് ഇസ് മോർ ഗെയിമിംഗ് ഡോൾസ് ടു പേ. അതായത് Lucretia smiled to Andrea not out of any love or feeling of sympathy. മനസ്സിലായോ? ഇവിടെ ദോസ് ലോൺസ് മോർ ഗെയിമിംഗ് ഡൗട്ട്സ് ടു പേ. അതായത് ഈ ലുക്രീഷ്യ എന്തെങ്കിലും ഒരു സ്മൈല് പോലും ചെയ്യുന്നുണ്ട് എങ്കിൽ, ആൻഡ്രിയയുടെ മുഖത്തേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ്? സ്നേഹം കൊണ്ടോ സിമ്പതി കൊണ്ടല്ല. ബട്ട് ബിക്കോസ് ഷീ വാണ്ടഡ് ഹിം ടു വർക്ക്. അവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ബ്രിങ് ഹർ സം മോർ മണി, അവൾക്ക് കുറേ കാശ് കിട്ടണം. എന്നിട്ടോ ഹർ ലവർ നീഡഡ് ടു പേ ഓഫ് ഹിസ് ഡൗട്ട്സ്. ഈ ലോണുകൾ, അതായത് ലവറിന് അടയ്ക്കാനുള്ള ഈ ഡൗട്ട്സ് എല്ലാം
ക്ലിയർ ചെയ്യണം. അതിനു വേണ്ടി മാത്രമാണ് അവൾ ചിരിക്കുന്നത്. ലെറ്റ് സ്മൈൽസ് ബൈ മീ ഹാവ് യു മോർ ടു സ്പെൻഡ് വൈൽ ഹാൻഡ് ആൻഡ് ഐ ആൻഡ് സംതിങ് ഓഫ് എ ഹാർട്ട് ആർ ലെഫ്റ്റ് മൈ വർക്ക് വാസ് മൈ ആൻഡ് വാട്ട് ഈസ് വർത്ത് ഐ വിൽ പേ മൈ ഫാൻസി ഓൺലി ലെറ്റ് മീ സിറ്റ്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അതാണ് ലെറ്റ് സ്മൈൽസ് ബൈ മീ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ? ലെറ്റ് സ്മൈൽസ് ബൈ മീ, ഏറ്റവും മുകളിൽ ടോപ്പിൽ ലെറ്റ് സ്മൈൽസ് ബൈ മീ ഹവ് യു മോർ ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഹി ആസ്ക് ലുക്രേഷ്യ ടു കണ്ടിന്യൂ ടു സ്മൈൽ ഇൻ എ സിമിലർ ഫാഷൻ. നീ ആ ചിരിക്കുന്ന പോലെ, എനിക്കറിയാം നീ ചിരിക്കുന്നത് നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷേ എന്നാലും അതുപോലെ തന്നെ നീ ചിരിക്കൂ. ഹീസ് പ്രിപ്പയർഡ് ടു സെൽ ഹിസ് ആർട്ട് ഫോർ ഹിസ് സ്മൈൽസ്. അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആർട്ട് വിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നു. ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സ്മൈൽസ്, നീ എന്തോരം കൂടുതൽ ചിരിക്കുന്നു അത്രയും കൂടുതൽ ലാർജർ വിൽ ബി നമ്പർ ഓഫ് വേഴ്സ് ബൈ ആൻഡ്രിയ. അത്രയും കൂടുതൽ വർക്ക് ഞാൻ ചെയ്യും. ആൻഡ് ദസ് ഫെച്ചിങ് മോർ ആൻഡ് മോർ മണി ഫോർ ഹർ. അവൾക്ക് കുറേ കാശ് കിട്ടും, പക്ഷേ ഒറ്റ കാര്യം, നീ ഇവിടെ ഇരുന്ന് എൻ്റെ മുഖത്ത് ചുമ്മാ ചിരിക്കുകയും ചെയ്യണം എന്ന് പാവം അല്ലേ? ഓക്കെ, വൈൽ ഹാൻഡ് ആൻഡ് ഐ ആൻഡ് സംതിങ് ഓഫ് എ ഹാർട്ട് ലെഫ്റ്റ് മീ വർക്ക്സ് മൈ വർ. കണ്ടില്ലേ? നെക്സ്റ്റ് ലൈൻ വൈൽ ഹാൻഡ്, ഏറ്റവും ടോപ്പിൽ ഹാൻഡ് ആൻഡ് ഐ സംതിങ് ഓഫ് എ ഹാർട്ട് ലെഫ്റ്റ് മീ. അവിടെ ഐ ആം പ്രിപ്പയർഡ് ടു കണ്ടിന്യൂ ടു വർക്ക് ഫോർ യു. അവൾ പറയണം വൈൽ ഹാൻഡ് ആൻഡ് ഐ ആൻഡ് സംതിങ് ഓഫ് എ ഹാർട്ട് ആർ ലെഫ്റ്റ് മീ എന്ന് വർക്ക്സ് മൈ വർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർഡാണ്, ഞാൻ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണ്. പ്രിപ്പയർഡ് ടു കണ്ടിന്യൂ ടു വർക്ക് ഫോർ യു ആൻഡ് ബ്രിങ് യു കോയിൻസ് ആഫ്റ്റർ കോയിൻസ്. കുറേ കാശ് കൊണ്ടുവരാം. ഓൺലി ഇഫ് യു കണ്ടിന്യൂ ടു ബെസ്റ്റ് യുവർ സ്മൈൽസ് upon me. എന്താണ്? നീ ചിരിച്ചിരുന്നാൽ മാത്രം മതി. ഐ പ്രോമിസ് ടു വർക്ക് ആസ് ലോങ് ആസ് മൈ ഐസ് ക്യാൻ സീ ആൻഡ് മൈ ഹാൻഡ് ക്യാൻ ഹോൾഡ് ദ ബ്രഷ്. എൻ്റെ കയ്യിൽ ബ്രഷ് പിടിക്കാവുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് കാണാവുന്നിടത്തോളം കാലം ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പാവം പറയുവാണ്. ഓക്കെ, ഐ വിൽ പേ ഓഫ് മൈ ഫാൻസി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ഫാൻസി ടു സീ യു സ്മൈലിംഗ് ഓൾ ദ ടൈം. മനസ്സിലായോ? എൻ്റെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാൻസിയാണ് നീ ഇങ്ങനെ എൻ്റെ അടുത്തിരുന്ന് ലെറ്റ് മീ സിറ്റ്, എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, ഓൾ ദ ടൈം നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ്. ആൻഡ് ഐ എം പ്രിപ്പയർഡ് ടു പേ ഫോർ ഇറ്റ് ബൈ വർക്കിംഗ് ഓൾമോസ്റ്റ് എൻഡ്ലെസ്ലി. ഓക്കെ, ഓൺലി ലെറ്റ്, നെക്സ്റ്റ് ഓൺലി ലെറ്റ്, കണ്ടോ? ലെറ്റ് മീ സിറ്റ്, കണ്ടില്ലേ? അതായത് ഓൾ ദറ്റ് ഐ ആസ്ക് ഫ്രം യു ആസ് എ സ്പെഷ്യൽ പ്രിവിലേജ് ഈസ്, നിന്നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്താണ്? യു ഷുഡ് സിറ്റ് സ്മൈലിംഗ് വിത്ത് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് ദിസ് ഈവനിങ്. ഈ രാത്രി മുഴുവൻ നീ എനിക്ക് വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. ആഫ്റ്റർ ഐ വിൽ ഡു ആസ് യു ഓർഡർ. അത് കഴിഞ്ഞ് നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്തു തരും. ഓൺലി ലെറ്റ് മീ സീ ദ ഗ്രേറ്റ് റിമൈൻഡർ ഓഫ് ദി ഈവനിങ് ഔട്ട്. എന്താണ്? ഐഡിൽ യു കോൾ ഇറ്റ്. അപ്പോൾ നീ ഈ രാത്രി എനിക്ക് വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. അതാണ് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നു. ഐഡിൽ യു കോൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ലുക്രേഷ്യ ഓഫ് കോഴ്സ് തിങ്സ് ആർ ഹർ സിറ്റിംഗ് വിത്ത് ആൻഡ്രിയ ഹർ ഹസ്ബൻഡ് ഈസ് മിയർലി ഐഡിലിങ് അവേ ദ ടൈം. അയാൾ പറയാണ് ഐഡിൽ യു കോൾ. നീ പറയും അയ്യേ അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ് നീ പറയായിരിക്കും എൻ്റെ അടുത്തിരിക്കുന്നത്. മ്യൂസ് പെർഫെക്റ്റ്ലി ഹൗ ഐ കുഡ് പെയിൻറ്റ് വേർ ഐ ബട്ട് ബാക്ക് ഇൻ ഫ്രാൻസ്. അതായത് ബട്ട് ടു ഹിം, പക്ഷെ അയാൾക്ക് ഹർ കമ്പനി വുഡ് ബി പ്രഷ്യസ്. എന്നെ സംബന്ധിച്ച് എന്താണ്? പ്രഷ്യസ് ആണ് നിൻ്റെ സാമീപ്യം. ഹി വുഡ് ലൈക്ക് ടു വിഷ്വലൈസ് ദ മാസ്റ്റർ പീസസ് ദാറ്റ് ഹി കുഡ് ഹാവ് പെയിൻറ്റഡ് അറ്റ് ദ ഫ്രഞ്ച് കോർട്ട് അറ്റ് ബാക്ക് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞതാണ്. ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു മാസ്റ്റർ പീസ് ഓർത്തു പോകുന്നു. ഇഫ് യു കുഡ് ജസ്റ്റ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി അഗെയിൻ ഹി വുഡ്, ഒരു അവസരം വീണ്ടും കിട്ടുവാണെങ്കിൽ ഹി വുഡ് പെയിൻറ്റ് വൺ മോർ മഡോണ, വീണ്ടും ഒരു മഡോണയെ പെയിൻറ്റ് ചെയ്യും. ബട്ട് ദിസ് ടൈം നോട്ട് വിത്ത് ലുക്രേഷ്യ ആസ് എ മോഡൽ. ഹി വുഡ് ലൈക്ക് ടു പെയിൻറ്റ് ദിസ് മഡോണ ഫ്രം ദിസ് ഇമാജിനേഷൻ. എങ്ങനെയാണ്? ഇനി ലുക്രേഷ്യനെ മോഡലാക്കി എല്ലാം മഡോണ ചെയ്യാൻ പിന്നെ അയാൾക്ക് ആഗ്രഹം. എന്താണ്? മഡോണയെ എന്താണ് അയാളുടെ ഇമാജിനേഷനിൽ നിന്ന് എടുത്ത് മഡോണയെ പെയിൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഇഫ് യു കുഡ് ബട്ട് ഡു സോ ഈവൻ മൈക്കലാഞ്ചലോ വുഡ് പേ ഹിം എ ട്രിബ്യൂട്ട് ഫോർ ദ എക്സലൻസ് ഓഫ് ഹിസ് വർക്ക്. ഹി വുഡ് ജസ്റ്റ് ലൈക്ക് ടു ഷോ വാട്ട് ഹി ഈസ് കേപ്പബിൾ ഓഫ്. അതാണ് ഈ ലൈൻസ് പറഞ്ഞത്. നോട്ട് യുവേഴ്സ് ദിസ് ടൈം. ഈ പ്രാവശ്യം നിന്നെ മോഡലാക്കിയല്ല. ഐ വാണ്ട് യു ടു അഡ്മൈർ. പക്ഷെ നീ എൻ്റെ അടുത്തിരിക്കണം. ടു ഹിയർ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഒരു സ്വപ്നം, ആ ഇമാജിനേഷനിലൂടെയാണ് ഞാൻ ചെയ്യണേ. അത് കണ്ടിട്ട് മൈക്കലാഞ്ചലോ അയാൾക്ക് ട്രിബ്യൂട്ട് കൊടുക്കണം. അയാളൊക്കെ ജഡ്ജ് ചെയ്യണം. ആസ് ഐ ഡു ഓൾ ഐ ഡു ആൻഡ് ടെൽ യു ഓഫ് ഇറ്റ്സ്. അപ്പോൾ അതിൻ്റെ വർത്തിനെ കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം. ഇഫ് യു കുഡ് ഡു ബട്ട് ഡു സോ ഹി വുഡ് ജസ്റ്റ് ലൈക്ക് ടു ഷോ ഹർ വാട്ട് ഇസ്. അപ്പോൾ അങ്ങനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിന്നെ കാണിച്ചു തരണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പാവം പറയുവാണ്. ഓക്കെ.